ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ചെറിയൊരു ഷോപ്പിംഗ് ആണ്, ക്രിസ്മസ് ഷോപ്പിംഗ്. അപ്പോൾ അങ്ങനെ ക്രിസ്മസ് ഷോപ്പിംഗ് നമുക്ക് ചെയ്യാനൊന്നുമില്ല, എന്നാലും ഞങ്ങൾ ഡാൻസിന് ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതിന് എൻ്റെ വൈറ്റ് ഫ്രോക്ക്, പഴയൊരു വൈറ്റ് ഫ്രോക്കാണ് എൻ്റെ. അതിന് സ്ലീവ് ഇല്ല, അപ്പോൾ സ്ലീവ് വാങ്ങാൻ വന്നിരിക്കുകയാണ് മാച്ചിങ് ആയിട്ട്. കുഞ്ഞാനിക്ക് പിന്നെ റെഡ് ടീഷർട്ടും. അപ്പോൾ ഞാൻ വാങ്ങിച്ച ഫ്രോക്കാണ് ഫ്രണ്ട്സ് ഞാനിപ്പോഴും ഇടുന്നത്. അപ്പോൾ അതൊരു അതിശയമാണ്. പിന്നെ ഇവിടെ ഡ്രസ് വേൾഡിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഒരു ക്രിസ്മസ് ട്രീയും പിന്നെ പുൽക്കൂടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ നോക്കാൻ പോയി, ഫോട്ടോ ഒക്കെ എടുത്തു. അതിൻ്റെ പകരം ഉമ്മ വീഡിയോ എടുത്തു, എന്നിട്ട് ഞങ്ങളെ പറ്റിച്ചു. അപ്പോൾ ഞങ്ങൾ എന്നാലും ശരി പറഞ്ഞിട്ട് നിന്ന് ഫ്രണ്ട്സ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പുൽക്കൂട്. നല്ല ഭംഗിയുണ്ടായിരുന്നു, ആ ട്രീസും പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ ഡെക്കറേഷനും ഒക്കെ. ക്രിസ്മസ് ട്രീ ഒക്കെ നല്ല രസമായിരുന്നു. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങളുടെ ക്ലാസ്സിൽ ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുത്തു. അപ്പോൾ കുഞ്ഞാനിക്ക് എടുത്തിട്ടുണ്ട്, എനിക്ക് എടുത്തിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഫ്രണ്ടിന് തന്നെ കിട്ടി. അപ്പോൾ കുഞ്ഞാനിക്ക് ഇടണം ഫ്രണ്ട്സ്. അപ്പോൾ എനിക്ക് മറ്റന്നാളെ ഇടുക പറഞ്ഞത്. എനിക്ക് 30 റുപ്പീസിൻ്റെ താഴെ, എനിക്ക് 50 റുപ്പീസിൻ്റെ മേലെയാണ് വേണ്ടത്. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സിന് അവൻ എന്ത് വാങ്ങുമ്പോട്ട് ആലോചിച്ചിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിന് എന്ത് വാങ്ങുമ്പോട്ടായിരുന്നു ആലോചിച്ചിട്ട് നമ്മൾ ദർശനയിൽ കയറിയത്. ആദ്യം തന്നെ അടിപൊളിയായിട്ടൊരു അപ്പൂപ്പനുണ്ടായിരുന്നു. കുറേ ക്രിസ്മസ് ട്രീസ്, ലൈറ്റ് ഇല്ലാണ്ടും കുറേ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പൂപ്പൻ്റെ കൂടെ നമ്മളൊരു ഫോട്ടോ ഒക്കെ എടുത്തു ഫ്രണ്ട്സ്. കുഞ്ഞാനെ കണ്ടിട്ട് കുറേ ചിരിക്കുകയൊക്കെ ചെയ്തു ഞങ്ങൾ. അപ്പോൾ അങ്ങനെ കുറേ നേരം നിന്നിട്ട് അതും വീഡിയോ എടുക്കുമായിരുന്നു. അപ്പോൾ കുറേ സ്റ്റാർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളൊരു 3 സ്റ്റാറൊക്കെ എടുക്കാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ നല്ല രസമുണ്ട് ഫ്രണ്ട്സ്, ഇവിടെ കുറേ കാണാനും പോയതും. അപ്പം അവിടെ തന്നെ കുറേ സ്റ്റാർസ്, ലൈറ്റും ലൈറ്റ് ഇല്ലാത്തതും എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ നല്ല രസമായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ കയറുമ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു, സാധനങ്ങളൊക്കെ ആയിട്ട് എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു ഫ്രണ്ട്സ്. ഇവിടെ തൂക്കി ഇട്ടിരിക്കുകയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ഞങ്ങൾ ഊട്ടി പോയിട്ട് കുറേ പെറുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അതും പറഞ്ഞു തന്നു. പിന്നെ ഇതൊന്നും നമുക്ക് വേണ്ട ഫ്രണ്ട്സ്, ചന്ത ഉണ്ടെങ്കിലും കൂടെ വെറുതെ വീട്ടിൽ വാങ്ങിച്ചു വെക്കുന്നതിന് വേണ്ടി, ചന്തത്തിന് വേണ്ടിയിട്ട്. ക്രിസ്മസ് ഒന്നും ആഘോഷിക്കില്ല, അങ്ങനെ ആഘോഷിക്കാൻ പറ്റില്ല. അപ്പോൾ കുഞ്ഞാനിക്ക് വന്നിട്ട് ഒരു പെൻസിൽ സെറ്റ് വാങ്ങിച്ചു, പെൻസിൽ റബ്ബർ കടബി 20 റുപ്പീസിൻ്റെ. അവനിക്കത് കറക്റ്റായി. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് അങ്ങനെ വാങ്ങിച്ചു. അപ്പോൾ എൻ്റെ ഫ്രണ്ടിന് ഞാൻ ഇങ്ങനത്തെ കുറച്ച് മാലകൾ വാങ്ങിക്കൊടുക്കുക, കുറച്ചല്ല ഒരു മാല, പിന്നെ ഇത്തിരി ക്ലിബ് അങ്ങനത്തെ ഒക്കെ വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് 50 റുപ്പീസിൻ്റെ മേലെ ആയതുകൊണ്ടാണ് ഓരോന്നും വാങ്ങിക്കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഫാൻസി ഐറ്റംസ് കുറേ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളിപ്പോൾ വാങ്ങുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ അനന്യ പറഞ്ഞ കുട്ടിക്കാണ് ഫ്രണ്ട്സ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അവൾക്ക് ഇങ്ങനത്തെ ഒരു സ്ക്വയർ ടേപ്പ് മാല ഞാൻ തിരഞ്ഞ് എടുത്തതായിരുന്നു. അപ്പോൾ അവൾക്ക് അങ്ങനത്തേക്ക് ഇഷ്ടം പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ തിരഞ്ഞിട്ട് അങ്ങനെ ഒരു മാല എടുത്തു, പിന്നെ കുറച്ച് ഇതെടുത്തു. അപ്പോൾ മാറിപ്പോണ്ടിരിക്കുക, അത് പിടിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ എനിക്കും ഇത്തിരി ബ്രേസ്ലെറ്റൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ ഫ്രണ്ട്സ്. അപ്പോൾ പിന്നെ വാപ്പിയും കുഞ്ഞാനും ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു, അവർക്ക് മതിയായിട്ട് അവർ പോയി. അപ്പോൾ നമ്മൾ ബില്ലിടുകയാണ്. അപ്പോൾ 2 ക്ലിപ്പും പിന്നെ നമ്മളൊരു മാലയും എടുത്തു, പിന്നെ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവൾക്ക് പാക്ക് ചെയ്ത് കൊടുക്കണം. അതൊക്കെ ബാക്കിയൊക്കെ നമുക്ക് വീട്ടിൽ പോയിട്ടാണ് ചെയ്യേണ്ടി. അപ്പോൾ ഞങ്ങൾ ഗിഫ്റ്റ് പേപ്പറൊക്കെ വാങ്ങിച്ച്, പിന്നെ വന്നിട്ട് ഇവിടെ നിന്ന് 2 സ്റ്റാർ ചുമ്മാ ഒന്ന് കളിക്കാൻ വാങ്ങാൻ വേണ്ടിയിട്ട് പേപ്പറിൻ്റെ. അപ്പോൾ ലൈറ്റ് കത്തന്നെ വാങ്ങിച്ചിട്ട് ഉപകാരമായിരുന്നു. ഒരിക്കലും ഞങ്ങൾ ചെറുതായിരിക്കും വാങ്ങിച്ചു, പക്ഷെ അത് കേടുവന്നും പോയി. അപ്പോൾ ഞങ്ങൾ പേപ്പർ സ്റ്റാർ വാങ്ങിച്ചു ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾക്ക് അങ്ങനെ ക്രിസ്മസ് ആഘോഷിക്കാൻ ടൈമുമില്ല, പിന്നെ ഞങ്ങൾക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചുമ്മാ ഒരു കളിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർ ഡെക്കറേഷന് വീട്ടിൽ വെറുതെ ക്രാഫ്റ്റിന് ആയിട്ടാണ് വാങ്ങണത്. അപ്പോൾ നമ്മളല്ലാണ്ട് നോക്കിയാലൊന്നും ഇങ്ങനെ സ്റ്റാറുകളൊന്നും ഇങ്ങനെ മോഡലായിട്ട് വാങ്ങാൻ കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ക്രിസ്മസ് പറയുമ്പോൾ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ 3 സ്റ്റാർസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊന്നും നമുക്ക് വേണ്ടല്ലോ ഫ്രണ്ട്സ്, അതാണ്. പിന്നെ ഞങ്ങളുടെ സ്കൂൾ ക്രിസ്ത്യാനി സ്കൂളായതുകൊണ്ട് അങ്ങനെ അവിടെ പോയിട്ട് ഇത്തിരി ആഘോഷിക്കും, ക്രിസ്മസ് സ്കൂൾ ആഘോഷിക്കും, അല്ലാണ്ട് വീട്ടിലൊന്നും ആഘോഷിക്കില്ല. പിന്നെ ഇവിടെ കുഞ്ഞു ഗിഫ്റ്റ് പേപ്പർ ഉണ്ടായത് നല്ല രസമായിരുന്നു. ഗിഫ്റ്റ് പേപ്പറല്ല, ഗിഫ്റ്റ് പോയിൻ്റ് പോലെ. പിന്നെ ഡ്രംസും ഉണ്ടായിരുന്നു, ഇത് നല്ല രസമായിരുന്നു. അപ്പോൾ ഞങ്ങളത് ഈ ഒരു സ്റ്റാർ എടുത്തു, നല്ല രസമായിരുന്നു ഫ്രണ്ട്സ്. കളിക്കാനൊക്കെ പറ്റും ഞങ്ങൾക്ക്, ഇങ്ങനെ
ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റിയില്ലെങ്കിലും മറ്റുള്ള വീട്ടുകളിൽ ഈ സ്റ്റാർസും പുൽക്കൂടും ക്രിസ്മസ് ട്രീ ഒക്കെ വെക്കുമ്പോൾ നല്ല രസമല്ലേ ഫ്രണ്ട്സ്, ലൈറ്റൊക്കെ കത്തിയിട്ട് കാണാൻ. പിന്നെ ഇങ്ങനെ കരോളൊക്കെ വരുമ്പോൾ പാട്ടും ഇതൊക്കെ ആയിട്ട് ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ വരുമ്പോൾ നല്ല രസമാണ്. വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെ എപ്പോഴും പോകും, നല്ല രസമാണ്. അതിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഡ്രംസൊക്കെ പോകും ആ ഒരു സമയത്ത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ് ഈ ഒരു സമയം. പിന്നെ കുറേ ട്രീസൊക്കെ മോഡലായിട്ട് കാണാൻ പറ്റും. പിന്നെ കടകളിൽ പോയാൽ തന്നെ കുറേ കളർ കോമ്പിനേഷൻ, റെഡ് വൈറ്റ്, പിന്നെ ഇങ്ങനെ ഓരോന്ന് തൂക്കി തൂക്കി മേലെ മേലെ ഇട്ടിട്ടുണ്ടാവും. നല്ല രസമാണ്. പിന്നെ ഓരോ കളർഫുള്ളായിട്ട് എല്ലാ വീട്ടുകളിലും ഉണ്ടാവും സ്റ്റാർസ്. അവരവിടുത്തെ ഓരോ സാധനങ്ങളും നോക്കിക്കൊണ്ടേ വട്ടത്തിനോണ്ടിരിക്കാണ്ട്, അല്ലാണ്ട് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞാൽ കേൾക്കണേ ഇല്ല. വേഗം എടുക്കുക പറഞ്ഞാൽ നോക്കട്ടെ നോക്കട്ടെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത് കഴിഞ്ഞിട്ടില്ല. അപ്പം അവൻ എടുക്കുക തന്നെ വേണ്ട പറയണേ. അവസാനം അങ്ങനെയൊക്കെ അവനെ എടുപ്പിച്ചു ഞങ്ങൾ നമുക്ക് വേണ്ടത്. അപ്പം ഞങ്ങൾ ദർശനിയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞു, ബില്ലിട്ടു, ഒക്കെ വാങ്ങിച്ചിട്ട് ആ സാധനങ്ങളും പിടിച്ച് നടന്നു പോവാണ്. അപ്പോൾ ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ വണ്ടി നിർത്തിയിരിക്കുന്ന ഡ്രസ്സുകളെടുത്ത കാർ പാർക്കിങ്ങിലാണ്. അപ്പോൾ ഇത്തിരി ദൂരമുണ്ട് പറഞ്ഞാൽ ഡ്രസ്സുകളുടെ ഇത്തിരി അടുത്ത് തന്നെയാണ് ദർശന. അതെല്ലാവർക്കും അറിയാമല്ലോ ഫ്രണ്ട്സ്. പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ കാർ പാർക്കിങ്ങിലാണ് നമ്മൾ നിർത്തിയിരിക്കണം. അപ്പോൾ അവിടെ നിർത്തി പറഞ്ഞ സ്ഥലവും ഉണ്ടാവും. പിന്നെ ഇവിടേക്ക് ഇത്തിരി തിരക്കായതുകൊണ്ട് സ്ഥലവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയുള്ള ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.